ബൈക്കുകളോടായിരുന്നു ശരിക്കും ആ ഒരു എന്താ പറയുക എൻ്റെ ഒരു 18-19 വയസ്സൊക്കെ ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ബൈക്കുകളോടായിരുന്നു ഏറ്റവും വലിയ താല്പര്യം. ബൈക്ക് ഞാനൊരു പ്യുവർ യമഹ ലവറാണ്. ഞാനിതുവരെ യമഹയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതലല്ല, ഞാൻ യൂസ് ചെയ്ത വണ്ടികളെല്ലാം യമഹയാണ്. ഇപ്പോഴും ഞാൻ യമഹയാണ് യൂസ് ചെയ്യുന്നത്. ഫേസർ 2.0 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു യമഹ അടുത്ത് തന്നെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് 25. കാരണം യമഹയോടുള്ളൊരു ഇഷ്ടം വളരെ വലുതാണ്. അത് കാലാകാലങ്ങളിൽ ഞാൻ എൻ്റെ ഓരോ പ്രായത്തിൽ ഓരോ യമഹയിലൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. എൻ്റെ ട്രാൻസിഷനും യമഹയുടെ ട്രാൻസിഷനും ഏതാണ്ട് ഒരുപോലെയാണെന്ന് പറയാം. ബൈക്ക് ഓടിച്ച് വിക്രിയകളൊക്കെ കാണിച്ച് നടക്കുന്ന സമയത്ത്, എൻ്റെ പഠിത്തം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, PG കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അച്ഛനാണ് പറയുന്നത്, ഇനി ബൈക്ക് എന്നൊരു സാധനം വിട്ടേക്കും, നമുക്ക് നീ കാറ് ഓടിച്ചാൽ മതി, അതാകുമ്പോൾ കുറച്ചുകൂടെ സേഫാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ നിർബന്ധത്തിലാണ് സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ആദ്യം വാങ്ങുന്ന വണ്ടി ഒരു ഷെവർലെ ബീറ്റാണ്. എനിക്കിന്നും വളരെ പ്രിയപ്പെട്ടൊരു വണ്ടിയാണ്. ഇപ്പോൾ അനിയനാണത് യൂസ് ചെയ്യുന്നത്. അതേസമയം അച്ഛൻ്റെ ഒരു ഇതുണ്ട്, ഫിയറ്റ് ഒരു ലിനിയ ഉണ്ട്. ഇത് രണ്ടുമാണ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ വണ്ടി എന്ന് പറയാൻ പറ്റുന്നത്. ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി ബീറ്റും, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ള വണ്ടി ലിനിയാണ്. പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട്. കാരണം എല്ലാവരും ലിനിയ ലോങ് ഡിസ്റ്റൻസും ബീറ്റ് ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സിറ്റി യൂസിനാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്ന ലോങ് ഡ്രൈവിന് ബീറ്റായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം ടു ഹൈദരാബാദ് ടു ട്രിവാൻഡ്രമൊക്കെ ഒറ്റയടിക്ക് ഞാൻ ബീറ്റിൽ പോയിട്ട് വന്നിട്ടുണ്ട്. എന്നും എനിക്ക് ഭയങ്കര ഒരു പ്രിയപ്പെട്ടൊരു വണ്ടിയാണ് എൻ്റെ ബീറ്റ്. ആ ബീറ്റിൻ്റെ ഒരു സുഖവും അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും ഒക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹുണ്ടായ് വെർണയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായി വാങ്ങിയ വണ്ടി സത്യം പറഞ്ഞാൽ ഈ വെർണയാണ്. ഞാൻ എൻ്റെ കാശ് കൊണ്ട് വാങ്ങുന്ന വണ്ടി വെർണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വല്ലാത്തൊരു ഇഷ്ടം ആ വണ്ടിയോടുണ്ട്. ഒരു കംഫർട്ട് ഡ്രൈവിന്, ഒരു ഫാമിലി വെഹിക്കിൾ എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. അത് ലോങ് ഡ്രൈവ് ആയിക്കോട്ടെ, സിറ്റി ഡ്രൈവ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും. അതിൻ്റെ ഈവൻ ഇഫ് നമ്മളൊരു എക്കണോമി നോക്കുകയാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ വളരെ സുഖമുള്ളൊരു വണ്ടിയാണ്. ഞാൻ വളരെ കംഫർട്ടബിളാണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാൻ. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പുതിയ വെർണയല്ലേ, ഇത് ആക്ച്വലി പഴയ വെർണയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ട് പോലും സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഒരുപാട് ഫീച്ചർ വെച്ചാണ്. പിന്നെ കാറെന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നൊരു സംഭവം എന്നെക്കാളുപരി എൻ്റെ കോ പാസഞ്ചേഴ്സ്, അതായത് കൂടുതലും എൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് എൻ്റെ ഭാര്യയും മകനുമാണ്. അപ്പോൾ മകൻ്റെ കംഫർട്ടാണ് മെയിൻ കാര്യം, അതുപോലെ തന്നെ ഭാര്യയുടെ കംഫർട്ട്. അപ്പോൾ അവർ രണ്ടുപേരും വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു വണ്ടി തന്നെയാണ് വെർണ. കംഫർട്ട് എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്കത് ഹുണ്ടായുടെ എല്ലാ വണ്ടിയും ഇപ്പം ഏറ്റവും ലോവസ്റ്റ് ഒരു എയർ കണ്ടീഷനിങ് തൊട്ട് ബാക്കിയുള്ള അതിൻ്റെ എന്താ പറയണ എല്ലാ മേഖലകളിലും സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കംഫർട്ടബിൾ ഡ്രൈവാണ് സത്യം പറഞ്ഞാൽ. ഫ്യൂച്ചറിൽ വാങ്ങാൻ ഇഷ്ടമുള്ള വണ്ടി എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ബെൻസ് എന്ന് പറയുന്നൊരു മെർസിഡീസിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് പണ്ട് തൊട്ടേ. അപ്പോൾ ഇനി എന്തെങ്കിലും അങ്ങനെ വാങ്ങാൻ പറ്റുവാണെങ്കിൽ സത്യം പറഞ്ഞാലൊരു GLA വാങ്ങണമെന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. എന്ന് പറ്റുമെന്നറിയില്ല. കാശൊക്കെ ഉണ്ടായി കഴിഞ്ഞ് എന്തെങ്കിലും പറ്റുന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചൂസ് ചെയ്യുന്നൊരു GLA ആയിരിക്കും.